ഓക്കെ, നമ്മൾ ഐസെൻട്രോപിക് ഫ്ലോയുടെ പ്രോബ്ലംസിലേക്ക് പോവാണ്. അപ്പോൾ ഇത് ഐസെൻട്രോപിക് ഫ്ലോയുടെ പ്രോബ്ലംസ് ആണെന്ന് ആലോചിച്ചോളണം. അപ്പോൾ ഫസ്റ്റ് ഈ ഒരു ഓർഡറിൽ തന്നെ പോകണം. ഫസ്റ്റ് പ്രോബ്ലം, സെക്കൻഡ് പ്രോബ്ലം, തേർഡ് പ്രോബ്ലം. എന്നാലേ നമുക്ക് കറക്റ്റ് ഒരു ഐഡിയ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇന്ന സെക്ഷൻ നമുക്കറിയാം, ഐസെൻട്രോപിക് ഫ്ലോ എന്ന് പറയുമ്പോൾ ഏരിയ വേരിയിങ് പാസേജ് ആണ്. അപ്പോൾ ഏരിയ ഷുഡ് ബി വേരിയിങ്. അതുകൊണ്ട് തന്നെ അവിടെ നോസിലോ ഡിഫ്യൂസർ വരുന്ന ടൈപ്പ് പ്രോബ്ലംസ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ മാക് നമ്പർ വെലോസിറ്റി വേരിയേഷൻസ് വിത്ത് റെസ്പെക്ട് ടു സബ്സോണിക് സൂപ്പർസോണിക് ഫ്ലോ കണ്ടീഷൻസ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഷേപ്പ് ഓഫ് നോസിൽ, ഷേപ്പ് ഓഫ് ഡിഫ്യൂസർ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾ കംപ്ലീറ്റ്ലി നമ്മളെ ഡേറ്റാ ബുക്ക് ഉപയോഗിച്ചിട്ട് അത്യാവശ്യം വേണ്ട 2-3 ഇക്വേഷൻസും കൂടെ ഉൾപ്പെടുത്തി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച ഇക്വേഷൻസ്, മാക് നമ്പറിൻ്റെ ഇക്വേഷൻ V/A, അക്വസ്റ്റിക് വെലോസിറ്റി ഒരു സൗണ്ട് വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ റൂട്ട് ഓഫ് ഗാമ RT, പിന്നെ അതുപോലുള്ള ഇമ്പൾസ് ഫംഗ്ഷൻ്റെ F കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഇക്വേഷൻസ്, മാസ് ഫ്ലോ റേറ്റ്, ഡെൻസിറ്റി ഇൻറ്റു ഏരിയ ഇൻറ്റു വെലോസിറ്റി, ρ/v എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഇതൊക്കെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഇതിൽ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾ പിന്നെ സ്റ്റാഗ്നേഷൻ കണ്ടീഷൻ പഠിച്ചായിരുന്നു അല്ലേ. സ്റ്റാഗ്നേഷൻ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഐസെൻട്രോപിക്കലി, അതായത് ഐസെൻട്രോപിക് ഫ്ലോ തന്നെയായിരിക്കും അവിടെ, ഏരിയ മാറുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഐസെൻട്രോപിക്കലി നമ്മൾ എന്ത് ചെയ്യുന്നു, അതായത് എൻട്രോപ്പി കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഫ്ലോ ഐസെൻട്രോപിക്കലി തന്നെ ഒന്നിനെ ആക്സിലറേറ്റ് അല്ലെങ്കിൽ ഡീസലറേറ്റ് ചെയ്ത് സീറോ വെലോസിറ്റി കൊണ്ടുവരുമ്പം കിട്ടുന്ന പ്രോപ്പർട്ടീസിനെയാണ് ആ ഒരു സ്റ്റാറ്റിക് പ്രോപ്പർട്ടീസിൻ്റെ സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടി എന്നൊക്കെ പറയും. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾ നമ്മൾ ഫസ്റ്റ് പാർട്ട് മുതൽ ഇതുവരെ പഠിച്ചുള്ള എല്ലാത്തിൻ്റെയും കൂടെ ചേർത്തിട്ട് ഉള്ളൊരു ആപ്ലിക്കേഷനാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം പഠിച്ചിട്ടാണ് നിങ്ങളിത് നോക്കേണ്ടത്. അപ്പോൾ പ്രോബ്ലം അല്ലാതെ ചുമ്മാ ഡയറക്റ്റ് എടുത്ത് വെച്ച് നോക്കിക്കളയരുത്. നിങ്ങൾക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ വെറുതെ കാണാൻ പഠിക്കാൻ പറ്റും, വെറുതെ നോക്കിക്കഴിഞ്ഞാൽ. പക്ഷേ അത് പറഞ്ഞ് കൺസെപ്റ്റും കാര്യങ്ങളും ഒന്നും മനസ്സിലാകത്തില്ല. ഈ പറയുന്ന കൺസെപ്റ്റ് പിടികിട്ടത് പോലുമില്ല. പക്ഷേ പ്രോബ്ലംസ് ഭയങ്കര സിമ്പിളായിട്ടുള്ള കാര്യമാണ്, വലിയ സംഭവമൊന്നുമല്ല ഡേറ്റ ഉപയോഗിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഡയറക്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകാം. A section in an isentropic flow passage, air is having a temperature and pressure of 27 degrees Celsius and 1 bar. ഒരു പർട്ടിക്കുലർ പാസേജിൻ്റെ ഒരു പർട്ടിക്കുലർ ക്രോസ് സെക്ഷൻ, അത് ക്രോസ് സെക്ഷൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് തിരിച്ചു വരാം. ആൻഡ് ഈസ് ഫ്ലോയിങ് വിത്ത് എ വെലോസിറ്റി പറഞ്ഞിട്ടുണ്ട്. വാട്ട് വിൽ ബി ദ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ഓഫ് ദ ഫ്ലൂയിഡ് ഇൻ ദ റിസർവോയർ. വാട്ട് യു മീൻ ബൈ റിസർവോയർ? അപ്പോൾ റിസർവോയർ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഇതൊരു ഐസെൻട്രോപിക് ഫ്ലോയിൽ റിസർവോയർ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ആക്ച്വലി അത് എന്ത് കണ്ടീഷനാണ്? സ്റ്റാഗ്നേഷൻ കണ്ടീഷനാണ്. അത് ആലോചിച്ചോളൂ. അതായത് നമ്മൾ ഐസെൻട്രോപിക് ഫ്ലോയിൽ റിസർവോയർ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അത് സ്റ്റാഗ്നേഷൻ കണ്ടീഷനാണ്. അപ്പോൾ കാര്യം ഒരു റിസർവോയറിൽ നിന്ന്, അതായത് വെലോസിറ്റി 0 ആയ സ്ഥലത്ത് നിന്ന്, ഇപ്പോൾ നമുക്കിപ്പോൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഇവിടെ ഒരു റിസർവോയർ ഉണ്ടെന്ന് പറയാം, വെലോസിറ്റി 0 ആയിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഐസെൻട്രോപിക് ഫ്ലോ ആയതുകൊണ്ട് ഏരിയ മാറ്റി ഇങ്ങനെ ഏരിയ വേരിയും പാസേജ് കാണിച്ചേ പറ്റും. അപ്പോൾ ഇന്ന സെക്ഷനാണ് ഇന്നാണ് ഐസെൻട്രോപിക് ഫ്ലോ. ഈ ഐസെൻട്രോപിക് ഫ്ലോയിൽ ഒരു സെക്ഷൻ ഞാൻ എടുത്തു, 1 എന്ന് പറയുന്ന സെക്ഷനാണെന്ന് വെക്കുക. ആൻഡ് ഇറ്റ് ഈസ് ഹാവിങ് എ ടെമ്പറേച്ചർ T1 ആൻഡ് പ്രഷർ P1. ദെൻ ദ വാല്യൂ ഓഫ് T1 ഈസ് ഈക്വൽ ടു 27 degrees Celsius, which is equal to 300 Kelvin. And 1 bar pressure, that is P1 is equal to 1 bar, which is equal to 1 into 10⁵ Newton per meter square, which is flowing with a velocity of 300 meter per seconds. That means here the air is having a velocity V1 is equal to 300 meter per second. And we have to find the pressure and the temperature of the fluid in the reservoir. What is actually the reservoir? In the reservoir, the velocity of the fluid will be equal to 0. Since the flow is isentropic, then we can consider that the reservoir condition will be the stagnation condition. So we have to find the stagnation condition. Stagnation conditions are represented by using letter O or suffix O അല്ലെങ്കിൽ 0 എന്നോ 0 എന്നൊക്കെ പറയാം അല്ലേ. അപ്പോൾ ഇവിടുത്തെ T1ൻ്റെ കറസ്പോണ്ടിങ്, അതായത് ഇവിടെ നിന്ന് ആക്സലറേറ്റ് ചെയ്ത് വെലോസിറ്റി V1ലേക്ക് വന്നതാണ് നമുക്കിവിടെ കാണിച്ചിരിക്കുന്നത്. ദെൻ ഹിയർ ദ വെലോസിറ്റി വിൽ ബി ഈക്വൽ ടു 0 ആൻഡ് ദ പ്രോപ്പർട്ടീസ് ലൈക്ക് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ T01 ആൻഡ് പ്രഷർ ഈസ് ഈക്വൽ ടു P01. അതായത് T1 എന്ന് പറയുന്ന ടെമ്പറേച്ചറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിസർവോയർ കണ്ടീഷനാണ്. ദാറ്റ് മീൻസ് ദ സ്റ്റാഗ്നേഷൻ കണ്ടീഷൻ. ദെയർഫോർ we have to find the temperature T01 and the pressure P01, which are the stagnation properties of the fluid at this section. അതായത് ഈ ഒരു സെക്ഷനിലെ സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമുക്ക് അതായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ആക്ച്വലി നമ്മൾ പഠിക്കുന്നത് സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടി എങ്ങനെ കണ്ടുപിടിക്കും. ഇവിടെ 2 സ്റ്റാറ്റിക് പ്രോപ്പർട്ടീസ് നമുക്ക് തന്നിട്ടുണ്ട്. വി ഹാവ് ടു ഫൈൻഡ് ദ സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസ്. അതായത് സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴും നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ഡേറ്റ ബുക്ക്. എനിക്കൊരു പഴയ ഒരു ഡേറ്റ ബുക്ക് എൻ്റെ കൈ കിട്ടിയിട്ടുണ്ട്. യഹിയുടെ ഡേറ്റ, ഞാൻ ഫ്രണ്ട് പേജൊന്നും കാണിക്കുന്നത് കാണിച്ച മഹാവൃത്തിയാണ്. പഴയ ഒരു സാധനം നിങ്ങൾക്ക് കിട്ടിയത് ഇതേമാതിരി തന്നെ ഇരിക്കണമെന്നില്ല. നല്ല ഒരു വൃത്തിയുള്ള ഒരു ഡേറ്റ ബുക്ക് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഇതൊരു 7-8 വർഷം പഴക്കമുള്ളതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൽ നിങ്ങൾ ഫസ്റ്റ് കണ്ടൻറ്റ്സ് നോക്കി കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്.
നമ്മൾ പഠിക്കാൻ പോകുന്നത് ഐസെൻട്രോപിക് ഫ്ലോ ആണ്. അതിൽ ഗാമയ്ക്ക് പല വാല്യൂസ് ഉണ്ട്. അത് ഗാമ എന്ന് പറയുന്നത് 1.3 എടുക്കാം. മോണോ അറ്റോമിക് ഗ്യാസ് വരാം, ഡയറ്റോമിക്, നമ്മൾ ഡയറ്റോമിക് ലൈക്ക് ഓക്സിജൻ, നൈട്രജൻ അങ്ങനെയുള്ളതിലേക്കാണ് ഗാമ 1.4 ഒക്കെ ആവുന്നത്. അപ്പോൾ നമ്മൾ ഗാമ തന്നിരിക്കുന്നിട്ടില്ലെങ്കിൽ നമുക്ക് അസ്യൂം ചെയ്യണം. അതായത് ഓരോ ഗാമയുടെ വാല്യൂ മാറുന്നതനുസരിച്ച്, CP/CV മാറുന്നതനുസരിച്ച് പല പല ടേബിൾസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഈ ഐസെൻട്രോപിക് ഫ്ലോ ടേബിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ പെർഫെക്റ്റ് ഗ്യാസിൻ്റെ കേസ് നമ്മളിവിടെ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് അസ്യൂമിങ് ടു ബി ഇവിടെ ഗാമ ഈസ് ഈക്വൽ ടു 1.4 എന്ന് എനിക്ക് ഇവിടെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ പേജ് നമ്പർ എവിടെ പോകണമെന്നിരിക്കട്ടെ. ഗാമ 1.4 ആണെങ്കിൽ ഐസെൻട്രോപിക് ഫ്ലോ ടേബിൾസ് എന്ന് പറയുന്നത് 28ലാണ്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ എന്താണെന്ന് നോക്കിയിട്ട് നിങ്ങൾ അതേ ടേബിളിൽ പോകാം. നേരത്തെ നമ്മളിപ്പോൾ ആദ്യമായിട്ടാണ് ഈ ടേബിൾ കാണാൻ പോകുന്നത് അല്ലേ. ഓക്കെ, 28 ടേബിൾ. എനിക്കിത്തിരി വൃത്തിയുള്ള ഒരു ബുക്കായിരിക്കും, മറിക്കാനൊക്കെ നല്ല രസമുള്ള സാധനം എന്ന് പറഞ്ഞ വാല്യൂസ് ഒന്നും മാറത്തില്ല. ഇത് തന്നെയാണ്, പേജ് നമ്പറും വ്യത്യാസമല്ല. അപ്പോൾ ഇതൊരു ഐസെൻട്രോപിക് ഫ്ലോ ഫോർ എ പെർഫെക്റ്റ് ഗ്യാസ്. ഇവിടെ നോക്കിയേ, നമ്മൾ നോക്കുമ്പോൾ ടേബിൾ ആദ്യമായിട്ട് കാണുക. വി ആർ ഹാവിങ് ദി മാക് നമ്പർ ഉണ്ട്, എം സ്റ്റാർ ക്രിട്ടിക്കൽ മാക് നമ്പർ നമുക്കറിയാം. പിന്നെ T/T0. വാട്ട് ഈസ് ടി? ടി ഈസ് ആക്ച്വലി ഇത് സ്റ്റാറ്റിക് ടെമ്പറേച്ചർ, അതായത് ഏതെങ്കിലും ഒരു പോയിന്റിലെ ടെമ്പറേച്ചർ. ആ ടി എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു പോയിന്റിലെ ടെമ്പറേച്ചറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചറാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിനോമിനേറ്ററിൽ എഴുതിയിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്, ദ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ, പ്രഷർ, എൻതാൽപ്പി എക്സെട്ര വിൽ ബി കോൺസ്റ്റൻറ്റ് ഇൻ ദ കേസ് ഓഫ് എ ഐസെൻട്രോപിക് ഫ്ലോ. അത് ഐസെൻട്രോപിക് ഫ്ലോയിൽ ഏത് സ്ഥലത്തെ പ്രോപ്പർട്ടീസ് എടുത്തിട്ട് നമ്മൾ സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസ് കണ്ടുപിടിച്ചാലും വി വിൽ ബി ഗെറ്റിംഗ് ദ കോൺസ്റ്റൻറ്റ് വാല്യൂ. ദാറ്റ് മീൻസ് ഇപ്പോൾ 27 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടി കണ്ടുപിടിച്ചാൽ, അതായത് T1 എന്ന് പറയുന്നത് 27 ഡിഗ്രി സെൽഷ്യസ് ആണ്, അല്ലെങ്കിൽ 300 കെൽവിൻ ആണ്. അതിന് കറസ്പോണ്ടിങ് സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ T01 വേറൊരു സ്ഥലത്തെ ടെമ്പറേച്ചർ T2 ഈക്വൽ ടു 310 കെൽവിൻ ആണെന്ന് നോക്കുക. അവിടുത്തെ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ T02 ആയിരിക്കും. ആ T02ഉം T01ഉം എന്ത് തന്നെയായിരിക്കും, ഈക്വൽ ആയിരിക്കും. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ തിയറി പോർഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പം നമ്മൾ ഒരു കാര്യം എപ്പോഴും ആലോചിച്ചോളൂ, ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിൽ വെച്ചേക്കണം. ഇൻ ദ കേസ് ഓഫ് ഐസെൻട്രോപിക് ഫ്ലോ, ദ സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസ് ലൈക്ക് ടെമ്പറേച്ചർ, പ്രഷർ, ഡെൻസിറ്റി ഇതൊക്കെയായിരുന്നു. സ്റ്റാഗ്നേഷൻ, പ്രഷർ, ടെമ്പറേച്ചർ, എൻതാൽപ്പി, ഇതെല്ലാം എന്തായിരിക്കും, സ്റ്റാഗ്നേഷൻ എൻട്രോപ്പി, എവറിത്തിങ് വിൽ ബി കോൺസ്റ്റൻറ്റ് ഇൻ ദ കേസ് ഓഫ് എന്താണ് പറഞ്ഞത്, ഐസെൻട്രോപിക് ഫ്ലോ. അത് മനസ്സിൽ വെച്ചേക്കാം. അപ്പോൾ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ, അപ്പോൾ നമ്മൾ ഡിനോമിനേറ്റർ ഡിവൈഡ് ചെയ്തേക്കുന്ന ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. നെക്സ്റ്റ് ഇനി അടുത്ത P/P0. വാട്ട് യു മീൻ ബൈ P/P0? P/P0 എന്ന് പറയുമ്പോഴത്തേക്ക് P/P0 എന്ന് പറയുമ്പോഴത്തേക്ക് P is actually the static temperature and P0 represents the stagnation temperature. And A/A star, what is A? A is actually the area at a particular section, and A star is actually the throat area. നമ്മൾ പറഞ്ഞു കൺവേർജൻറ്റ് ഡൈവേർജൻറ്റ് നോസിലും കൺവേർജൻറ്റ് ഡൈവേർജൻറ്റ് ഡിഫ്യൂസറും പഠിച്ചു. അതിൽ നമ്മൾ ഡൈവേർജൻറ്റിൽ കൺവേർജൻറ്റ് പോർഷൻ കഴിഞ്ഞിട്ട് വരുന്ന ഒരു കോൺസ്റ്റൻറ്റ് ഏരിയ നമ്മുടെ ത്രോട്ട് എന്ന് പറയുന്നത്. അവിടെയാണ് മാക് നമ്പർ 1. അപ്പോൾ മാക് നമ്പർ 1 ആവുന്ന സ്ഥലത്തെ പ്രോപ്പർട്ടീസാണ് നമ്മൾ സ്റ്റാർ ഡിനോട്ട് ചെയ്യുന്നത്. ഇവിടെ മാക് നമ്പർ അല്ല, എം സ്റ്റാർ അല്ല, ബാക്കിയുള്ളതല്ല. അപ്പോൾ A സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദ ക്രിട്ടിക്കൽ ഏരിയ എന്ന് പറയാം, അല്ലെങ്കിൽ ത്രോട്ട് ഏരിയ നമുക്കിവിടെ പറയാം. അതായത് മാക് നമ്പർ 1 ആവുന്ന സ്ഥലത്തുള്ള ഏരിയ, ഇറ്റ് വിൽ ബി എ കോൺസ്റ്റൻറ്റ് ഏരിയ. ആൻഡ് F/F സ്റ്റാർ ഈസ് ആക്ച്വലി ദ എഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇമ്പൾസ് ഫംഗ്ഷൻ പഠിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് F/F സ്റ്റാർ? F star will be the impulse function at the region where the Mach number is equal to 1. നമ്മൾ കൺവേർജൻറ്റ് ഡൈവേർജൻറ്റ് നോസിലും കൺവേർജൻറ്റ് ഡിഫ്യൂസർ എടുക്കുമ്പോൾ F star എന്ന് പറയുന്നത് 1 ആവുന്നത് ത്രോട്ടിലാണ്. പിന്നെ A/A star into P/P0 അതിൻ്റെ വാല്യൂസ് ഉണ്ട്. അപ്പോൾ ഇതിന് ഈ വാല്യൂസ് എല്ലാം വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്. ഫോർ ഗെറ്റിംഗ് ദീസ് വാല്യൂസ് വി നീഡ് ടു നോ ദ മാക് നമ്പർ അറ്റ് ദാറ്റ് സെക്ഷൻ. അതായത് ഏതെങ്കിലും ഒരു സെക്ഷനിലെ മാക് നമ്പർ ഉണ്ടെങ്കിൽ വി ക്യാൻ ഗെറ്റ് ഓൾ ദീസ് വാല്യൂസ്. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു മുകളിലുള്ള ഈ സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് പ്രോബ്ലം സോൾവ് ചെയ്തെടുക്കണം, അത്രേ പറ്റൂ. അതായത് ഈ പ്രോപ്പർട്ടി റിലേഷൻസ് വെച്ച് വി ഹാവ് ടു ഫൈൻഡ് ദ മിസ്സിംഗ് പ്രോപ്പർട്ടീസ്. ദിസ് ഇസ് ആക്ച്വലി ദ പ്രോബ്ലം. അപ്പോൾ അതിൽ നമുക്ക് ഇവിടെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ വി നീഡ് എ മാക് നമ്പർ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ഇനി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. വി ഹാവ് ടു ഫൈൻഡ് ദ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ ആൻഡ് സ്റ്റാഗ്നേഷൻ പ്രഷർ. സോ for finding the stagnation pressure and stagnation temperature, we need the Mach number at that section, and it is represented by M1. So we are going to calculate the Mach number at this section, and the equation for calculating Mach number is equal to V/A. V is actually the velocity at that point, that is therefore it is V1, and A is actually the sound velocity at that point. So we can write M1 is equal to V1 by A1, where V1 is equal to 300 meter per second. Therefore it can be substituted at 300 meter per second, and A1 is equal to the equation to find the acoustic velocity or sound velocity is gamma R into T, which is equal to 300 divided by what is gamma, which is equal to 1.4 into what is R? It is a characteristic gas constant
in the case of air, we are going with the perfect gas and air. We are considering air as a perfect gas, and it can be treated as 287 into the temperature. What is T1? If you are to find A1, then the equation will be gamma RT1. Gamma and R are constant, and T represents the temperature at that region. And here the temperature at this T1 is equal to 300 Kelvin. Therefore, it can be substituted here, and we will be getting a particular value, say 0.86. നമുക്ക് 0.86 എന്ന് പറയുന്ന ഒരു മാക് നമ്പർ കിട്ടി. ദാറ്റ് മീൻസ് വി ഗോട്ട് ദ മാക് നമ്പർ അറ്റ് ദിസ് റീജിയൻ. From the isentropic flow table, here we have the Mach number 0.8 corresponding to gamma equal to 1.4. ഇപ്പുറത്തുണ്ട് വാല്യൂ മാറിക്കളയത്. ഇവിടെ ഗാമ ഈസ് ഈക്വൽ ടു 1.3 ആണ്. അപ്പോൾ അതെടുത്ത് വെച്ച് നോക്കിക്കളയത്. We are dealing with the gas which is assumed to be having gamma is equal to 1.4. Therefore, we are looking for Mach number 0.86. അപ്പോൾ ഇവിടെ നമ്മൾ 0, 1.1, 0.1 എന്നൊക്കെ പറഞ്ഞ് പോയിന്റിലേക്ക് വന്നു. ഇപ്പുറത്തെ പേജിലേക്ക് വരുമ്പോഴത്തേക്ക് 0.6 വരെ ആയുള്ളൂ. സോ നമ്മൾ അടുത്ത പേജിലേക്ക് പോയി. And we got the Mach number at this point, at the 0.8680. So we have different property values corresponding to 0.86. ഇവിടെ കുറേ property values ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് വേണ്ടത് we have to find the stagnation properties. Therefore, stagnation property വരുന്ന property value എന്ന് പറഞ്ഞാൽ ഈ മൂന്നാമത്തെ കോളത്തിൽ 4ാമത്തെ കോളത്തിലാണ് stagnation temperature ഉം stagnation pressure. അപ്പം we have to find the stagnation temperature and stagnation pressure. Therefore, we can take the values of T by T0 from this table. ഇതാണ് ടേബിൾ, മൊത്തം കാണാൻ പറ്റില്ല. T by T0 from this table corresponding to the Mach number 0.86. അപ്പോൾ T by T0ക്ക് വരാൻ ഞാനിവിടെ T1 എന്നാണ് കൊടുത്തത് സ്റ്റാറ്റിക് പ്രോപ്പർട്ടീസ്. അപ്പോൾ എനിക്ക് തന്നെ എങ്ങനെ എഴുതാം? T1 by അതിന് കറസ്പോണ്ടിങ് സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ T01. ഇത് ഏത് മാക് നമ്പറിലാണ് ഞാൻ നോക്കേണ്ടത്? ഇത് എവിടെയെങ്കിലും ഇട്ടിട്ട് നോക്കാൻ പറ്റില്ല. ഇറ്റ് ഈസ് കറസ്പോണ്ടിങ് ടു ദ മാക് നമ്പർ M1. അതായത് M1ന് കറസ്പോണ്ടിങ് നോക്കണമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സഫിക്സ് ആയിട്ട് ഞാൻ എന്ത് ചെയ്തു? ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് M1 എന്ന് എഴുതി. M1ൻ്റെ വാല്യൂവിനും കൂടെ ഞാൻ എഴുതി, എനിക്ക് മാറിപ്പോകാതിരിക്കാൻ 0.86. നോക്കുന്ന ആൾക്കും പെട്ടെന്ന് മനസ്സിലാവും നമ്മൾ 0.86ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള T by T01 ആണ് നോക്കിയെന്നുള്ളത്. ഇത് എഴുതണം. വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്ക് നോക്കാമല്ലോ, 0.86 T by T0യുടെ വാല്യൂ 0.871. അപ്പോൾ ഞാനതെടുത്ത് എഴുതി 0.871. ഇനി ഞാൻ പറഞ്ഞു തരണ്ടല്ലോ, T01 അല്ലേ നമുക്ക് കണ്ടുപിടിക്കാനുള്ള. T1 എത്രയെന്നുണ്ട്? T1 ഈസ് ഈക്വൽ ടു 300 ആണ്. T1 ഈക്വൽ ടു 300 ആണെങ്കിൽ T01 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? T01 ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? T1 divided by 0.871, which is equal to 300 by 0.871. We will get the answer in Kelvin. Okay, നമുക്ക് എന്ത് കിട്ടി? T by T01 കിട്ടി. Now we have to find P by P0. അതായത് P1 ഉണ്ട്, P01 കണ്ടുപിടിക്കണം. അപ്പം we are going to, അതായത് ഞാൻ ഇവിടെ നോക്കും, ടേബിൾ നോക്കിയിട്ടേ നമ്മൾ വാല്യൂ എഴുതും. ഇവിടെ എന്തുണ്ട്? P by P0 ഉണ്ട്. അപ്പോൾ ഞാനിവിടെ എന്ത് എഴുതും? P1 ഉള്ളതുകൊണ്ട് P1 by P01. ആ ടേബിൾ നോക്കണമെങ്കിൽ I should know the Mach number M1, and which is equal to 0.86 here. And from the isentropic flow table, we are having the Mach number 0.86 here. And we are having the value of P by P0, which is equal to 617. It is 0.617. From this equation, we can find P01. P01 ഇത്ര 0.671 എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ P1ൻ്റെ വാല്യൂ എന്താണോ, ഏതിലാണ് നമ്മൾ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലാണ് കൊടുത്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ കിട്ടുന്നത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഇപ്പോൾ P1ൻ്റെ വാല്യൂ ബാറിലാണെങ്കിൽ ഇവിടെ കിട്ടുന്നത് ബാറിലായിരിക്കും, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറാണ്. റേഷ്യോ ആകുമ്പോൾ ഇവിടെ വരും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കിട്ടി, ഇത്രയേ ഉള്ളൂ. സോ അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചത് ബൈ നോയിങ് ദി സ്റ്റാറ്റിക് പ്രോപ്പർട്ടീസ്, ഇഫ് വി വാണ്ട് ടു ഫൈൻഡ് ദ ഓർ വി ആർ റിക്വയർഡ് ടു ഫൈൻഡ് ദ സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസ്, we have to use the isentropic flow table. Isentropic flow table use ചെയ്യണം. And from that table we will be having the relation between static and stagnation temperature corresponding to a particular Mach number, and we will be getting a particular value. And from using this value we can find the stagnation property. ഇനി അതേപോലെ തിരിച്ചും ചെയ്യാം. ഇഫ് വി നോ ദി സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടി കറസ്പോണ്ടിങ് ടു T1 ന് കറസ്പോണ്ടിങ് സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ, ഫോർ ഫൈൻഡിങ് ദി സ്റ്റാറ്റിക് പ്രോപ്പർട്ടീസ് we should use the same equation, and instead of finding T01 we will be finding the value of T1. നമ്മൾ T1 ആയിരിക്കും അവിടെ എന്ത് ചെയ്യുന്നത്, കണ്ടുപിടിക്കുന്നത്. T01 വരാം. ഇറ്റ്സ് ഓൾ അബൌട്ട് ദ സിമ്പിൾ ക്വസ്റ്റ്യൻ. ആൻഡ് ക്വസ്റ്റ്യൻ്റെ പ്രധാന ഉദ്ദേശം നിങ്ങൾക്ക് എന്ത് അറിയാൻ വേണ്ടിയിട്ടാണ്? സ്റ്റാറ്റിക് പ്രോപ്പർട്ടീസ്, സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസ് എങ്ങനെയുണ്ട്. ഇനി നിങ്ങൾ ഏത് ഫ്ലോ പഠിച്ചാലും
if you are going to deal the problems with related to Rayleigh flow or Fano flow, എന്തായാലും if you have to find the stagnation properties, you have to come to the isentropic flow table. അതായത് സ്റ്റാഗ്നേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റേ റിലേറ്റഡ് ടു ഐസെൻട്രോപ്പിക്കലാണ്. എന്ന് പറഞ്ഞാൽ ഐസെൻട്രോപ്പിക്കലി ഡീസലറേറ്റ് ചെയ്യുകയോ ആക്സിലറേറ്റ് ചെയ്യുകയോ നമ്മൾ ചെയ്യുന്ന സമയത്ത് ആയിട്ട് വരുന്ന സ്റ്റാറ്റിക് പ്രോപ്പർട്ടി ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് നമ്മൾ സ്റ്റാഗ്നേഷനിൽ പറയുന്നത്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഐസെൻട്രോപ്പിക്കലി നടക്കുന്ന ഡീസലറേഷൻ നടന്നിട്ട് അത് വെലോസിറ്റി 0 ആക്കിയിട്ട് അവിടെ പറയുന്ന എന്താണ് പ്രോപ്പർട്ടീസാണ് സ്റ്റാഗ്നേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഐസെൻട്രോപ്പിക് ഫ്ലോ ടേബിളിൽ പോയിട്ട് അതിൻ്റെ എന്ത് ചെയ്തു, സ്റ്റാഗ്നേഷനും സ്റ്റാറ്റിക്കും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒരു കമ്പയർ ചെയ്യാവൂ. ഏത് ഫ്ലോ ആയാലും നമ്മൾ ഈ ഐസെൻട്രോപ്പിക് ഫ്ലോയിൽ തന്നെ വന്ന് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ചില ഫ്ലോസിൽ എളുപ്പത്തിന് വേണ്ടി അവിടെ തന്നെ സ്റ്റാഗ്നേഷൻ്റെ കുറേ റിലേഷൻസ് കൊടുത്തിട്ടുണ്ട് ഐസെൻട്രോപ്പിക് ഫ്ലോ ടേബിൾ എന്നൊക്കെ എടുത്തിട്ട്. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് അവിടെ ഉപയോഗിക്കാം, ആ പ്രോപ്പർട്ടീസ് ഉപയോഗിക്കാം. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ ഐസെൻട്രോപ്പിക് ഫ്ലോയിൽ തന്നെ വന്ന് എന്ത് ചെയ്യുക എന്നുള്ളതാണ്, ആ സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇറ്റ്സ് ഓൾ അബൌട്ട് സിമ്പിൾ ക്വസ്റ്റ്യൻ, അതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ അടുത്തത് കൂടി ഒരു തിങ്ക് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് പറയേണ്ടി വരും. ആൻഡ് എയർ ഫ്ലോസ് ഐസെൻട്രോപ്പിക്കലി ത്രൂ എ ഡക്റ്റ്. എയർ ഫ്ലോ ഈസ് ഹാപ്പനിങ് ത്രൂ എ ഡക്റ്റ് അറ്റ് എ പെർട്ടിക്കുലർ സെക്ഷൻ ഇൻ എ പാസേജ്. ദ ക്രോസ് സെക്ഷൻ ഏരിയ ഈസ്, ഇവിടെ നമ്മൾ ഏരിയയുടെ കളിയാണ്, അത് ആലോചിച്ചോളാം. ഏരിയ ഈസ് ഈക്വൽ ടു 400 ആൻഡ് മാക് നമ്പർ ഈസ് ഈക്വൽ ടു 0.4. ഒരു പർട്ടിക്കുലർ സെക്ഷൻ 1 എന്ന് പറയുന്നത് കൺസിഡർ ചെയ്താൽ നമുക്ക് A1 M1 കിട്ടി. അറ്റ് അനദർ സെക്ഷൻ ഏരിയ ഈസ് ഈക്വൽ ടു 300. അപ്പോൾ ഏരിയ കുറഞ്ഞു. അപ്പോൾ ബൈ നോയിങ് ദീസ് 2 areas at 2 different locations, we can write or we can draw the shape of the passage as like this. Because എന്താണ് ഇൻലെറ്റിൽ ഏരിയ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 400. അപ്പോൾ സെക്ഷൻ 1 എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഇൻലെറ്റ് അല്ല, നമുക്ക് സെക്ഷൻ 1ഉം സെക്ഷൻ 2 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഹിയർ വി ആർ ഹാവിങ് ദി ഏരിയ A1 ഈസ് ഈക്വൽ ടു 400 mm². Therefore here the area A2 will be equal to 300 mm. തിരിച്ചായിരുന്നെങ്കിൽ നമ്മൾ തിരിച്ച് വരച്ചേനെ. അതായത് ഇവിടെ വലുതും ഇവിടെ ചെറുതുമാണ്. ഇവിടെ തിരിച്ച് വന്നിരുന്നെങ്കിൽ ഇവിടെ ചെറുതും ഇവിടെ വലുതും വരച്ചേനെ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റ് ദി ഇൻലെറ്റ് സെക്ഷൻ ഓർ ദ ഫസ്റ്റ് ക്രോസ് സെക്ഷൻ വി ആർ ഹാവിങ് ദ മാക് നമ്പർ M1 ഈസ് ഈക്വൽ ടു M1 എന്ന് പറയുന്നത് 0.4 ആയിട്ടിരിക്കും. And at another section area is equal to 0.1. What is the Mach number at the exit section? So by knowing the two particular properties in 2 sections, we have to find the missing Mach number at one section. അപ്പോൾ ഈ ഒരു പ്രോബ്ലം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എത്രയാണ്? ഇപ്പോൾ ഫസ്റ്റ് ഇത്രയും കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി വായിക്കാം. അപ്പോൾ നമ്മൾ പ്രോബ്ലം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയാണ്. 2 സെക്ഷൻസിലുള്ള 2 പ്രോപ്പർട്ടീസ് നമുക്ക് നോൺ ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുന്നത് ഇങ്ങനെ തന്നെ ആയിരിക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉറപ്പിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഉറപ്പിക്കേണ്ടത് ഇങ്ങനെ തന്നെ ആയിരിക്കണം. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഈ ഒരു 5 സെറ്റ് 6 സെറ്റ് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബാക്കി ഏത് മോഡ്യൂളിലെ പ്രോബ്ലംസും ഇതിൻ്റെ റീപ്ലേസ്മെൻറ്റ് മാത്രമേ ഉള്ളൂ, ടേബിൾ മാറുന്നത് മാത്രമേ ഉള്ളൂ, ചെറിയ കൺസെപ്റ്റ് വേരിയേഷൻസേ ഉള്ളൂ, ചെയ്യുന്നതെല്ലാം ഒരേപോലെ തന്നെ. അത് ആലോചിച്ചോണം. അപ്പോൾ നമ്മളിവിടെ ആലോചിക്കാൻ പോകുന്നത് 2 പ്രോപ്പർട്ടീസ് നമുക്ക് ഓൾറെഡി ഉണ്ട് അറ്റ് 2 different sections and we are having Mach number at one particular section and we have to find the Mach number at another particular section. അപ്പോൾ നമുക്ക് ഒരു പർട്ടിക്കുലർ സെക്ഷനിലെ Mach number ഉണ്ട്, അടുത്ത പർട്ടിക്കുലർ സെക്ഷനിലെ Mach number നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ആൻഡ് വാട്ട് വി ഹാവ് ഈസ് ആക്ച്വലി ദി 2 properties. It can be any properties. നമുക്ക് ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഏരിയ ആണ്, അതായത് 2 സെക്ഷൻസിലുള്ള ഏരിയ ആണ് നമുക്ക് നോൺ പ്രോപ്പർട്ടീസ് ആയിട്ട് തന്നിട്ടുള്ളത്. We have to find the Mach number at one section and the Mach number at one section is actually given. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഒരു പ്രത്യേക രീതിയിലാണ് ഇതും നമ്മൾ ടേബിൾ വെച്ചിട്ടുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. നമ്മൾ നോക്കുക, ടേബിളിൻ്റെ കളിയാണ്. നോക്കി ഈ ടേബിൾ നോക്കി നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചൂസ് ചെയ്യുന്നു ഗാമ. ഇവിടെ തന്നിട്ടില്ലാതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ഗാമ തരാത്തതുകൊണ്ട് ലെറ്റ് ഗാമ ഈസ് ഈക്വൽ ടു നമ്മൾ എഴുതി വെക്കും. ലെറ്റ് ഗാമ ഈസ് ഈക്വൽ ടു 1.4. ഗാമ എന്ന് പറയുന്നത് 1.4 ആയിട്ട് നമ്മൾ ഫിക്സ് ചെയ്തു. ആൻഡ് വാട്ട് വുഡ് ബി ദ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട M2 കണ്ടുപിടിക്കണം. അപ്പോൾ M2 കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു ഉടായ്പ രീതിയിലെങ്കിൽ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ മനസ്സിലാക്കിയാൽ മതി. ഇത് വളരെ സിമ്പിളായിട്ടുള്ള കൺസെപ്റ്റ്. നമുക്ക് ഉള്ള വാല്യൂസ് ഇവിടെ ഉള്ളത് A1ഉം A2 ആണ്. അപ്പോൾ നമുക്ക് എയുമായിട്ട് റിലേറ്റ് ചെയ്ത A/A* വാല്യൂ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ ഞാനിപ്പോൾ പറയുകയാണ്, ഞാനിപ്പം സിമ്പിളി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് സെക്ഷനിൽ A1 ആണ് ഏരിയ, അവിടുത്തെ മാക് നമ്പർ M1 ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ M1 എന്ന് പറയുന്ന മാക് നമ്പർ വെച്ചിട്ട് M1 എന്ന് പറയുന്ന മാക് നമ്പർ 0.4 അല്ലേ? ഇൻ ദിസ് ടേബിൾ വി ക്യാൻ ഗെറ്റ് ദ വാല്യൂസ് ഓഫ് A/A* കറസ്പോണ്ടിങ് ടു മാക് നമ്പർ M ഈസ് ഈക്വൽ ടു 0.4 അല്ലേ? എമ്മിന് 0.4ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള A/A* വാല്യൂ എന്നിട്ടോ 1 എന്ന് കിടക്കുന്നത് 1.590 എന്ന് കിടക്കുന്നുണ്ടാ. അപ്പോൾ മാക് നമ്പർ 0.4 ആണ്. അവിടുത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ A/A* എത്രയാണ്? 1.
അപ്പോൾ അത് മാത്രമേ എനിക്ക് എഴുതാനുള്ളൂ, വേറെ ഒന്നും എഴുതാനില്ല. അപ്പോൾ ഞാനിവിടെ എഴുതുകയാണ് A1/A സ്റ്റാർ എന്ന് പറയുന്ന വാല്യൂ എനിക്കിവിടെ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ അത് കണ്ടുപിടിക്കുന്നത് കറസ്പോണ്ടിങ് ടു മാക് നമ്പർ M1 ഈസ് ഈക്വൽ ടു 0.4 ആണെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ എഴുതി വെച്ചു. ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു, അതായത് 0.4ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള A/A സ്റ്റാറിൻ്റെ വാല്യൂ 1/590. അത് A1/A സ്റ്റാർ 9 എന്ന് എഴുതി കളയത്, കാര്യം എല്ലാ സ്ഥലത്തും A സ്റ്റാർ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ 1.59 എന്ന് എഴുതി 590. ഓക്കെ, ഇനി ഞാൻ ഇപ്പുറത്തെ വാല്യൂ ഒന്ന് ആലോചിക്കുക. ഇപ്പുറത്തെ വാല്യൂ ഞാൻ ഇപ്പോൾ എനിക്ക് ആകെ എഴുതാൻ പറ്റുന്നത് A2/A സ്റ്റാർ ആണ്. പക്ഷേ A2/A സ്റ്റാർ അറ്റ് മാക് നമ്പർ M2. അപ്പോൾ എനിക്കൊന്ന് ആലോചിക്കുക, A2/A സ്റ്റാർ അറ്റ് മാക് നമ്പർ M2 എനിക്ക് അറിയണമെങ്കിൽ എനിക്ക് ഒന്നാമത്തെ കാര്യം മാക് നമ്പർ വേണം. A2 ഇവിടെ ഉണ്ട്, പക്ഷേ എന്ത് A സ്റ്റാർ എന്ന് പറയുന്ന സാധനവും നമുക്കില്ല. A2 ഇവിടെ ഉണ്ട്, A സ്റ്റാർ എന്ന് പറയുന്ന സാധനമുണ്ട്, ഇവിടുത്തെ വാല്യൂ ഇല്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എങ്ങനെ ചെയ്യും, ഈ സാധനം എങ്ങനെ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് വളരെ സിമ്പിളായിട്ട് നമ്മൾ ഇതിൽ ഈ ഉള്ള ഡേറ്റയിൽ നിന്ന് നമ്മൾ സോൾവ് ചെയ്തെടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. നോക്കിക്കോളേ, ഭയങ്കര സിമ്പിളാണ്. നിങ്ങൾക്ക് തന്നെ ഇത് സത്യം പറഞ്ഞ ഒരു 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 എന്താണ് ലോജിക്ക് ഉപയോഗിച്ച് ചെയ്യാമെന്നുള്ളത്. ഞാനിപ്പോൾ ചെയ്യുന്നത്, ഞാനിവിടെ ഉള്ള 2 പ്രോപ്പർട്ടീസ് ഉണ്ടല്ലോ, A1 A2, അതിൻ്റെ റേഷ്യോ എടുക്കുക, A1/A2 എടുക്കുക, വിച്ച് ഈസ് ഈക്വൽ ടു ഞാൻ എഴുതുക. എന്നിട്ട് A1 ഡിവൈഡഡ് ബൈ ഞാൻ A സ്റ്റാർ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ പ്രോപ്പർട്ടിക്ക് വാല്യൂ വ്യത്യാസം വരാൻ വേണ്ടി താഴെയും ഞാൻ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം, A സ്റ്റാർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. A സ്റ്റാർ കോൺസ്റ്റൻ്റാണ്, മാക് നമ്പർ ഒന്നാവുന്ന ഒരു സെക്ഷനെ കാണും. ഈ ഒരു ക്രോസ് സെക്ഷനിൽ മാക് നമ്പർ ഒന്നാവുന്ന ഏതെങ്കിലും ഒരു സെക്ഷനെ കാണും. അവിടെ A സ്റ്റാർ എന്ന് പറയുന്നത് 2 സ്ഥലത്തും A സ്റ്റാർ കൊണ്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. അത് A1 ആയിക്കോട്ടെ A2 ആയിക്കോട്ടെ. അപ്പോൾ നമുക്ക് ഈ ഒരു ടേബിളിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ടേബിളിൽ ഡിവൈഡ് ചെയ്തേക്കുന്ന സാധനമൊക്കെ കോൺസ്റ്റൻ്റ് ആണ്. G0 കോൺസ്റ്റൻ്റ് ആണ്, P0 കോൺസ്റ്റൻ്റ് ആണ്, A സ്റ്റാർ കോൺസ്റ്റൻ്റ്, F സ്റ്റാർ കോൺസ്റ്റൻ്റ് ആണ്. ഡിവൈഡ് ചെയ്തേക്കുന്ന എല്ലാം കോൺസ്റ്റൻ്റുകളായിരിക്കും. അപ്പോൾ അതാലോചിച്ചോളാം, A1/, ഇങ്ങനെ എഴുതിയ ഈ ഇക്വേഷൻ ഇങ്ങനെ എഴുതിയ പ്രശ്നമൊന്നുമില്ലല്ലോ. ഞാൻ ഇതിനെ മാക് നമ്പർ അറ്റ് M1 എന്ന് പറയുന്നു. ഇത് മാക് നമ്പർ അറ്റ് എന്തായിരിക്കും, ഇതിൻ്റെ വാല്യൂ M2 ആയിരിക്കും. കാര്യം A2/A സ്റ്റാർ മാക് നമ്പർ അറ്റ് M2നും ആയിരിക്കും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. A1/A സ്റ്റാർ മാക് നമ്പർ അറ്റ് 1 ആയിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഇതിലുള്ള പ്രോപ്പർട്ടീസ് ഒന്ന് ആലോചിക്കുക. M1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എത്രയും തന്നിട്ടുണ്ട്, 0.4 എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ ഓൾറെഡി ഉണ്ട്, ആണല്ലോ. ഇനി A1 A2 ഉണ്ടല്ലോ. A1 എത്ര, 400 മില്ലിമീറ്റർ സ്ക്വയറിന് മീറ്റർ സ്ക്വയർ നിങ്ങളുടെ ഇഷ്ടം. ഡിവൈഡഡ് ബൈ A2 എത്ര, 300 മീറ്റർ സ്ക്വയർ ആക്കിയാലും 10⁻6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പം 10 മോളിൽ താഴെ പറ്റി പോവാണ് ഞാൻ ഇത് എന്നില്ല. വിച്ച് ഈസ് ഈക്വൽ ടു, നമ്മൾ ആലോചിക്കുക, ഈ വാല്യൂ ഇവിടെ ഇല്ല, ഏതാണ്ട് ഇത് കിടക്കുന്നുണ്ട്. നമ്മളെ ഡേറ്റ ബുക്കിൽ അത് 1.59 നമ്മൾ എഴുതി വെച്ചിട്ടില്ലേ ഈ സാധനം. ഇവിടുത്തെ താഴത്തെ വാല്യൂ നമുക്ക് ഉണ്ടോ, ഇല്ല. അത് അതേപോലെ എഴുതുക, A2/A സ്റ്റാർ അറ്റ് മാക് നമ്പർ M2. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ചെയ്യാൻ പോകുന്നതെന്നറിയോ, ഇതെല്ലാം ഇവിടെ കൊണ്ടുവരുന്നു, ബാക്കിയെല്ലാം അപ്പുറത്ത് കൊണ്ടുവരുന്നു. അപ്പോൾ എന്ത് കിട്ടും, A2/A സ്റ്റാർ അറ്റ് മാക് നമ്പർ M2 വിച്ച് ഈസ് ഈക്വൽ ടു 1.59 ഇൻറ്റു 300 ഡിവൈഡഡ് ബൈ 400. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു സാധനം കിട്ടും. ഇവിടെ നിന്ന് അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, A2/A സ്റ്റാറിന് ഒരു വാല്യൂ കിട്ടൂലേ. A2/A സ്റ്റാറിന് ഒരു വാല്യൂ കിട്ടും. A2/A സ്റ്റാറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സപ്പോസ് ഇറ്റ് ഈസ് ഈക്വൽ ടു 1.19 ആണ് വാല്യൂ എന്ന് നോക്കുക. അപ്പോൾ എനിക്കൊരു വാല്യൂ ഉണ്ട് A2/A സ്റ്റാറിന് M2 വിച്ച് ഈസ് ഈക്വൽ ടു 1.19. അപ്പോൾ 1.19 ആണ് ഇതിൻ്റെ വാല്യൂ എങ്കിൽ ഇനിയാണ് നമ്മൾ അടുത്ത കളി. അപ്പോൾ നമുക്ക് ഞാൻ ഒറ്റ സ്റ്റെപ്പിൽ എഴുതുക, A2/, ചിലവർക്ക് മനസ്സിലായി കാണും എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമോ. നമുക്ക് വേണ്ടത് M2 ആണ്. A2/A സ്റ്റാർ അറ്റ് M2 ഈസ് ഈക്വൽ ടു 1.19. ആർക്കെങ്കിലും മനസ്സിലായ M2 എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്ന് നോക്കിയാണ്. M2 എങ്ങനെ കണ്ടുപിടിക്കുന്നു, ഇങ്ങനെ എന്തെങ്കിലും ഇത് വെച്ച് കമ്പയർ ചെയ്ത് എന്തെങ്കിലും പറ്റുമോ നോക്കി. M2 കണ്ടുപിടിക്കുക എന്തെങ്കിലും മാർഗം കൊണ്ടിട്ടേ. ഇതാ ഇവിടെ ഇല്ലാത്ത ഈ 1.1 ഈ 0.4 വെച്ചല്ലേ നമ്മൾ 1.59 കണ്ടുപിടിച്ചത്. അങ്ങനെയാണെങ്കിൽ 1.59 ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് 0.4 കണ്ടുപിടിച്ചൂടെ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ എന്തുണ്ട്, A/A സ്റ്റാർ ഉണ്ട്. A സ്റ്റാർ 5.8 ആണെങ്കിൽ മാക് നമ്പർ എത്ര ആയേ പറ്റൂ, 0.1 ആയേ പറ്റൂ. A/A സ്റ്റാർ 11 ആണെങ്കിൽ മാക് നമ്പർ എത്ര, 0.04 ആയി. അതുപോലെ A/A സ്റ്റാർ ഇവിടെ എത്ര കിടക്കുന്നു, 1.19 അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് നോക്കും, 1.19 എവിടെ കിടക്കുന്നു നോക്കും. A/A സ്റ്റാറിൽ 1.19 2 1.2 1.19 ഇത് 17
1.18. അപ്പോൾ ഓൾമോസ്റ്റ് അതിന് ഈക്വലായിട്ടൊക്കെ വന്നാൽ മതി. 1.19 വേണമെങ്കിൽ നമുക്ക് 1.2 ഇതിന് കറസ്പോണ്ടിങ് ആണെന്ന് പറയാം അല്ലേ. എ ബൈ സ്റ്റാർ, സ്റ്റാറിൻ്റെ വാല്യൂ നമ്മൾ 1.2 ഫിക്സ് ചെയ്തു. അതിന് കറസ്പോണ്ടിങ് മാക് നമ്പർ നോക്കിയാൽ മതി. അപ്പോൾ അതായിരിക്കും ഇതിന് കറസ്പോണ്ടിങ് മാക് നമ്പർ നോക്കിയാൽ മതി. ഇതായിരിക്കും ഇവിടുത്തെ M2. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിൽ എനിക്ക് M2 അറിഞ്ഞുകൂടായിരുന്നു. ഈ 1.59 ഇവിടെ വെച്ച് നോക്കിയിട്ട് ഇത് ഇവിടെ നിന്ന് തിരിച്ചു പോകും ഇങ്ങോട്ട് നോക്കിയിട്ട് നമുക്ക് ഇവിടെ വെച്ച് 0.59. ഓക്കെ ഇനി പ്രശ്നമുണ്ടോ? ഇനി ഒരു ക്വസ്റ്റ്യനിലുണ്ട്. വാട്ട് വുഡ് ബി ദ ഏരിയ അറ്റ് ദ സെക്ഷൻ മൈ. M=1 ആവുന്ന സ്ഥലത്തുള്ള ഏരിയനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? A സ്റ്റാർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് A സ്റ്റാർ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഇവിടെ അവസാനത്തെ സ്റ്റെപ്പിൽ നിന്ന് തന്നെ ചെയ്യാം. ഇപ്പോൾ നമുക്ക് M2 ഇവിടെ കിട്ടി, മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ നമുക്കുണ്ടെങ്കിൽ A2/A സ്റ്റാർ ഈച്ച് ഈസ് ഈക്വൽ ടു 1.19. അത് മാക് നമ്പർ അറിയണമെന്നില്ല ഇത് കണ്ടുപിടിക്കാൻ. ഇവിടെ നമുക്ക് A സ്റ്റാർ കണ്ടുപിടിക്കാൻ വേണ്ടി A2/1.19 ചെയ്താൽ പോരെ? ചിലകപ്പുറത്തും ഇതിനപ്പുറത്തും. A2 എന്ന് പറഞ്ഞാൽ എത്രയും മുമ്പ് 300 mm². 1.19 ചെയ്യുമ്പോൾ ഇത്രയും mm² ആണ് A സ്റ്റാറിൻ്റെ വാല്യൂ എന്ന് നമുക്ക് കിട്ടും. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇതിപ്പോൾ വളരെ സിമ്പിളാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ പഠിച്ചത് സ്റ്റാറ്റിക് പ്രോപ്പർട്ടിയിൽ നിന്ന് നമ്മളെങ്ങനെ സ്റ്റാഗ്നേഷൻ വന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചത് രണ്ട് സ്ഥലത്തുള്ള രണ്ട് പ്രോപ്പർട്ടീസ് തന്നിട്ട് ഏതെങ്കിലും ആയിക്കോട്ടെ, അത് നമുക്ക് ഇതേ സാധനം നമുക്ക് പി എന്നാലും ചെയ്യാം. ഇതേ സാധനം പ്രഷർ P1 P2 വെച്ചിട്ടും ചെയ്യാം. P1 P2 ആണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മളിങ്ങനെ എങ്ങനെ എഴുതും? ഈ A1/A2 വരും P1/P2 എന്ന് എഴുതും. എന്നിട്ട് ഇവിടെ P1/P സ്റ്റാർ എഴുതാൻ നോക്കില്ല, കാര്യം ഇവിടെ P സ്റ്റാർ എന്ന് പറഞ്ഞ സാധനമില്ല, ഇവിടെ P0 ആണ്. P1/P0 അറ്റ് മാക് നമ്പർ M1 ഡിവൈഡഡ് ബൈ P2/P0 അറ്റ് മാക് നമ്പർ M2. ഇതേ സാധനം റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് അതാണ് ഞാൻ പറഞ്ഞത്. ചുരുക്കി പറഞ്ഞാൽ ഏതെങ്കിലും രണ്ട് പ്രോപ്പർട്ടീസ് നമുക്ക് ഈ ഒരു രണ്ട് സെക്ഷനിലെ രണ്ട് പ്രോപ്പർട്ടീസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു സ്ഥലത്തെ മാക് നമ്പർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ദ മാക് നമ്പർ അറ്റ് സെക്ഷൻ 2 ബൈ അപ്ലൈയിങ് ദിസ് സിമ്പിൾ പ്രൊസീജിയർ. നമ്മൾ ഡേറ്റ ബുക്ക് ഉപയോഗിച്ച് ഒരു സിമ്പിൾ പ്രൊസീജിയർ ചെയ്ത് നമുക്ക് ഫൈൻഡ് അപ്പ് ചെയ്യാം. നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ പോകുന്നത് ഇത്തിരി ഒരു വലിയ ക്വസ്റ്റ്യൻ, അതായത് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. അതായത് മാക് നമ്പറും അതിൻ്റെ മാസ് ഫ്ലോ റേറ്റും ഇമ്പൾസ് ഫംഗ്ഷനും കൂടെയൊക്കെ ആഡ് ചെയ്ത് വരുന്ന ഒരു ടിപ്പിക്കൽ ഒരു 10 മാർക്കിൻ്റെ essay ക്വസ്റ്റ്യൻ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന സാധനം എല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട്. ഇറ്റ്സ് എ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതും കൂടെ ആകുമ്പോഴത്തേക്ക് ആക്ച്വലി നിങ്ങളുടെ എല്ലാം ആയിക്കഴിഞ്ഞു ഐസെൻട്രോപിക് ഫ്ലോയിൽ. ഇനി വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇത് ഷേപ്പ് ഓഫ് ഇത് ആക്ച്വലി എന്താണ്? ഇവിടെ മാക് നമ്പർ എത്ര കിട്ടി? മാക് നമ്പർ എത്ര കിട്ടി? 0.59. മാക് നമ്പർ 59 ആണ്. ഇത് നോക്കിയിട്ട് ഇതെന്താണെന്ന് പറയാം. വെദർ ഇറ്റ് ഈസ് എ നോസിൽ ഡിഫ്യൂസ്. ഇത് നോസിലാണ്. കാര്യം എന്താ? മാക് നമ്പർ കൂടണമെങ്കിൽ വെലോസിറ്റി കൂടണം. ദാറ്റ് മീൻസ് വെലോസിറ്റി ഈസ് ഇൻക്രീസിങ്, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ നോസിൽ. ഓക്കെ, സബ്സോണിക് നോസിലിൻ്റെ ഷേപ്പ് എന്താ? കൺവേർജൻ്റ് ആണ്. അതായത് ഏരിയ കുറഞ്ഞു തന്നെ ഇരിക്കും. അപ്പോൾ നമുക്ക് എല്ലാം ഫിക്സ് ചെയ്യാമല്ലോ. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ 0.59 വരെ എനിക്കൊരു 0.3 ആണ് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് തെറ്റാന്ന് പറയാം. സബ്സോണിക്കാണ് ആണെങ്കിൽ ഏരിയ കുറയുമ്പോഴത്തേക്ക് വെലോസിറ്റി കൂടിയേ പറ്റൂ. മാക് നമ്പർ 0.4 കൂടുതൽ കിട്ടിയേ പറ്റും. അങ്ങനെയുള്ള ലോജിക്ക് നിങ്ങളുടെ മനസ്സിൽ വേണം. അങ്ങനെയുള്ള ലോജിക്ക് കൂടെ മനസ്സിൽ കണ്ടിട്ട് വേണം ഈ കാര്യങ്ങൾ, ഈ പ്രോബ്ലംസ് ചെയ്യാൻ. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടുത്തത് ഇത്തിരി എല്ലാം കൂടെ ഉൾപ്പെടുത്തി ഒരു ടിപ്പിക്കൽ essay ക്വസ്റ്റ്യൻ ആയിട്ട് പറയാം.